നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറി അച്ചാറാണ്. ഒരു 250 ഗ്രാമേ ഉള്ളൂ, കുറവാണ്. കൂടെ 1 കപ്പ് ഉണക്കമുന്തിരിങ്ങ കുതിർത്തത്, അത് 1 കപ്പില്ല, എൻ്റെ കയ്യിൽ അരക്കപ്പേ ഉള്ളായിരുന്നുകൊണ്ട് അരക്കപ്പ് ഇടുകയാണ്. 1 കപ്പ് കൂടിട്ടാൽ നല്ലതായിരിക്കും. ഇത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് കാമ്പെല്ലാം എടുത്ത് ഒരു 2 മണിക്കൂർ ഉപ്പിട്ട് വെക്കണേ. ഇത് ചൂടുവെള്ളത്തിൽ കുതിർത്തത്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും, മസാലപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ ഈ ഉണക്കമുന്തിരിങ്ങ ഇടണേ, കറുത്ത മുന്തിരിങ്ങ. അത് നല്ലവണ്ണം വീർത്ത് വരുമ്പോൾ കാശ്മീർ മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ ബെരിയിടാമേ, ചെറിപ്പഴം ഇടാം. ഇത് വലിയ പുളിയൊന്നും ഇല്ലാത്ത, നല്ല മധുരവുമുണ്ട്, ഒരു പുളിയുമുണ്ട്. ഇത് ഇളക്കിയിട്ട് ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാമേ. ഈ വെള്ളം നല്ലവണ്ണം പറ്റിക്കഴിഞ്ഞ് നമുക്ക് ഒരു 3/4 പറ്റിക്കഴിഞ്ഞ് നമുക്ക് ഇത്രയും ആയ ഉടനെ ഉപ്പ് വേണമെങ്കിൽ ഇനി ശകലം കൂടി ഇടാമേ. ഉപ്പിട്ടിട്ട് വിനാഗിരി 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് തിളച്ചിട്ട് അങ്ങനെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ച് നല്ലവണ്ണം ആറിക്കഴിഞ്ഞ് ഗ്ലാസ് ബോട്ടിലിൽ പിറ്റേ ദിവസം നമ്മൾ ഇട്ടാൽ മതിയേ. ഗ്ലാസ് ബോട്ടിൽ ആറിക്കഴിഞ്ഞിട്ടാൽ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് ഇതെല്ലാം സെറ്റായി ഉറഞ്ഞ് നല്ല ഒരു തേൻ മിഠായിയുടെ കൂട്ടിരിക്കും. നല്ല മധുരവും പുളിയും എല്ലാം ഉള്ളത്. അപ്പം നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായ ഒരു അച്ചാറാണിത്. താങ്ക് യു.